Now we will be discussing about the differences between survey and field study. സർവേയും ഫീൽഡ് സ്റ്റഡിയും തമ്മിലുള്ള ഡിഫറൻസസിൽ സർവേ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യൂണിവേഴ്സ്, ബട്ട് ഫീൽഡ് സ്റ്റഡി എംഫസിസ് ഓൺ പ്രോസസ് ഓഫ് ദ സ്റ്റഡി. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പോപ്പുലേഷനെ കുറിച്ച്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ the entire entities related to the study. നമ്മളുടെ പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ എൻറ്റിറ്റീസിനെയുമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ മുഴുവൻ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്, എൻറ്റയർ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്? നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാഷ്യൂ ഫാക്ടറിയിലെ വർക്കേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാഷ്യൂ ഫാക്ടറിയിലെ മുഴുവൻ വർക്കേഴ്സും ആണ് അവിടുത്തെ പോപ്പുലേഷൻ. ഇനി ഈ കേരളത്തിലെ IT സെക്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ കേരളത്തിലെ മുഴുവൻ IT കമ്പനീസുമാണ് പോപ്പുലേഷൻ. ഇനി ഈ ഇന്ത്യയിലെ IT സെക്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ IT കമ്പനീസിനെയുമാണ് നമ്മൾ പോപ്പുലേഷനായിട്ട് എടുക്കുന്നത്. ഇനി ഈ കേരളത്തിലെ മുഴുവൻ കാഷ്യൂ ഫാക്ടറിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടുത്തെ വർക്കേഴ്സിൻ്റെ ജോലിയെക്കുറിച്ചും ഒക്കെ വേജസിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കേരളത്തിലെ മുഴുവൻ കാഷ്യൂ ഫാക്ടറി വർക്കേഴ്സുമാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ എൻറ്റിറ്റീസിൻ്റെയും മറ്റൊരു പേരാണ് യൂണിവേഴ്സ്. അപ്പോൾ പോപ്പുലേഷൻ്റെയും യൂണിവേഴ്സിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ എൻറ്റിറ്റീസിനെയുമാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർവേയുടെയും ഫീൽഡ് സ്റ്റഡിയിലെയും ഡിഫറൻസിലേക്ക് പോകാം. സർവേ ഗീവ്സ് ഇമ്പോർട്ടൻസ് ഇൻ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിവേഴ്സ്. സർവേയിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില അവസരങ്ങളിൽ നമുക്ക് മുഴുവൻ പോപ്പുലേഷനെയും എടുക്കേണ്ടതായിട്ട് വരും പഠനത്തിന്. അവരെല്ലാം മീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇതെപ്പോഴും പ്രായോഗികമല്ല. ഇത്രയും പോപ്പുലേഷൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ എങ്ങനെയാണ് അത്രയും പേരെയും പോയി കാണുക? പോപ്പുലേഷൻ്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരോ സ്ഥാപനങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് വളരെ കുറവുമാണ്. അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ വലിയൊരു പോപ്പുലേഷൻ, വലിയൊരു യൂണിവേഴ്സ് ആണെങ്കിൽ അവയിൽ നിന്നും കുറച്ച് സാമ്പിളിനെ എടുക്കും. അപ്പോൾ നമ്മൾ അരി വേവിക്കുമ്പോൾ അത് വെന്തോ എന്നറിയാൻ പാത്രത്തിൽ നിന്നും എല്ലാ അരിയും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറില്ല അത് വെന്തോ എന്ന്. നമ്മളെന്താ ചെയ്യുക? ഒരു തവിയിൽ കുറച്ച് റൈസ് എടുത്തിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കും. അങ്ങനെയല്ലേ നമ്മൾ അരി വെന്തോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ അരി വെന്തോ എന്ന് നോക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ളൂ ഈ രീതിയിൽ മുഴുവൻ യൂണിവേഴ്സിനെ എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സാമ്പിളിനെ തിരഞ്ഞെടുക്കും. ആ സാമ്പിൾ പക്ഷേ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം ആ യൂണിവേഴ്സിനെ. എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനിൽ ഏതെല്ലാം സെഗ്മെൻറ്റ്സ് ഉണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരോ സ്ഥാപനം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള സാമ്പിളായിരിക്കണം. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർവേയിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സർവേയിൽ ഏതൊരു കാര്യത്തിനെക്കുറിച്ചാണോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതെന്നോ അതിൻ്റെ പോപ്പുലേഷൻ എന്താണോ അതിനെല്ലാം ആ പോപ്പുലേഷനകത്ത് ഏതെല്ലാം രീതിയിലെ സെഗ്മെൻറ്റുകളുണ്ടോ അവയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സാമ്പിൾ കിട്ടണം. പക്ഷേ ഫീൽഡ് സ്റ്റഡിയോ ഇറ്റ് എംഫസിസ് ഓൺ പ്രോസസ് ഓഫ് ദ സ്റ്റഡി. ഫീൽഡ് സ്റ്റഡിയെ സംബന്ധിച്ച് റെപ്രസെൻറ്റേറ്റീവ്നെസ് അല്ല, പ്രോസസ്സാണ്. എങ്ങനെയാണ് ഫീൽഡ് സ്റ്റഡി കൊണ്ടുപോകേണ്ടുന്നത്, അതിനകത്ത് പ്രൊസീജിയറാണ് വളരെ ഇമ്പോർട്ടൻറ്റ്.
സാമ്പിളിനെ തിരഞ്ഞെടുക്കണം. ഓഫ് കോഴ്സ് അതുണ്ടാകും. പക്ഷെ പിന്നീട് അവരെങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടുന്നത്, അവരിൽ നിന്ന് എങ്ങനെയാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടുന്നത്, അത്തരത്തിലുള്ള പ്രോസസ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഫീൽഡ് സ്റ്റഡി. സർവേക്ക് അങ്ങനെ ഇല്ല. ഒന്നുകിൽ പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ പോയി കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാമ്പിളിൽ നിന്നും പോയി ഡേറ്റ അങ്ങ് കളക്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഡേറ്റ കളക്ഷൻ അത്രയേ ഉള്ളൂ. സർവേ കോൾസ് ഫോർ ആൻ adequate and representative sample, but field study emphasis on the typicality in a large universe. നേരത്തെ പറഞ്ഞു, സർവേ സംബന്ധിച്ച് ആരിൽ നിന്നൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത്, അതാണ് അതിൻ്റെ പോപ്പുലേഷൻ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതെങ്കിൽ, ആ സാമ്പിളിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതെങ്കിൽ അത് ആ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ സർവേ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ആഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ തക്കവണ്ണം നമ്പർ ഉണ്ടായിരിക്കണം. ആ സാമ്പിളിൻ്റെ എണ്ണവും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം പോപ്പുലേഷൻ്റെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനകത്തുള്ള ആ മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രത്തോളമുണ്ടോ അതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിൾ. അപ്പോൾ വളരെ വലുതാണ് പോപ്പുലേഷൻ എങ്കിൽ സാമ്പിളും വലുതായിരിക്കണം, ഐ മീൻ എണ്ണത്തിൽ. ഇനി പോപ്പുലേഷൻ അത്ര വലുതൊന്നുമല്ല, അങ്ങനെയെങ്കിൽ സാമ്പിളും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ മതിയാകും. ഉദാഹരണത്തിന് ഒരു 5000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലേക്കാണ് ഒരു സർവേ നടത്തേണ്ടുന്നതെങ്കിൽ 5000 പേരെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സാമ്പിൾ വേണം. ഇനി 1000 പേരാണ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എങ്കിൽ സാമ്പിളും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ മതിയാകും. അപ്പോൾ പോപ്പുലേഷൻ്റെ എണ്ണം അനുസരിച്ച് സാമ്പിളിൻ്റെ എണ്ണവും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായി ഫീൽഡ് സ്റ്റഡിയുടെ കേസിലോ ആ എണ്ണം അല്ല, അതിനേക്കാട്ടിലുപരിയായിട്ട് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടുന്നത്, ഏതൊക്കെ സെഗ്മെൻറ്റ് അവിടെയുണ്ട്, ആ പോപ്പുലേഷനിലുണ്ട്, അതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ ആ സാമ്പിളിൽ ഉണ്ടായിരിക്കണം. ടിപ്പിക്കാലിറ്റിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ഏത് തരത്തിലുള്ള പോപ്പുലേഷൻ, ആ തരത്തിലുള്ള സാമ്പിൾ ലഭ്യമായിട്ടുണ്ടോ. അപ്പോൾ അവിടെ ആ ടിപ്പിക്കാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഫീൽഡ് സ്റ്റഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻസ്, അത്തരം കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഓരോ സെഗ്മെൻറ്റിൻ്റെയും പ്രത്യേകത അവിടെ ഫീൽഡ് സ്റ്റഡിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണം മാത്രമല്ല, പക്ഷെ സർവേ അങ്ങനെയല്ല. അവരുടെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പോപ്പുലേഷൻ്റെ എണ്ണം എത്രയോ അതനുസരിച്ചിട്ടുള്ള സാമ്പിൾ ഉണ്ടായിരിക്കണം. പക്ഷേ ഫീൽഡ് സ്റ്റഡി അങ്ങനെയല്ല. ഓരോ സെഗ്മെൻറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. ഫീൽഡ് സ്റ്റഡി എന്തിനാണോ നടത്തപ്പെടുന്നത് അതിൻ്റെ പോപ്പുലേഷനിൽ ഓരോ സെഗ്മെൻറ്റിനും ഒരു പ്രത്യേകതയുണ്ട്, ആ ടോപ്പിക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അവർ സാമ്പിൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മുൻപ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് പ്രൊഫഷണൽ കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളിൽ എത്ര പേർക്ക് പ്രൊഫഷണൽ കോഴ്സിനോട് താല്പര്യമുണ്ട്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയാണെങ്കിൽ സർവേ സംബന്ധിച്ച് മാക്സിമം ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദ്യം ചോദിക്കുക എന്നാണ്. എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവരുടെ എണ്ണം എടുക്കുക. പക്ഷേ അതേസമയം അത് ഫീൽഡ് സ്റ്റഡി ആണെങ്കിലോ ഓരോരോ കാറ്റഗറി ആയിട്ട് ആ ഡിഗ്രി സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്യും, ഓരോ കോഴ്സും പഠിക്കുന്നവരെ. അതിനുശേഷം ആ ഓരോ കോഴ്സും പഠിക്കുന്നവരുടെ ഓരോരോ പ്രത്യേകത നോക്കിയിട്ട് എന്നിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ഇപ്പോൾ ലാംഗ്വേജ് മെയിനായിട്ട് എടുത്തവർ,
അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാവും പഠന വിഷയത്തിൽ, അവരുടെ ഡിഗ്രി PG കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ ആ പ്രത്യേകതകളുള്ളതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫീൽഡ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നത് BBA ഒരു കരിയർ ഓറിയൻറ്റഡ് കോഴ്സാണ്. അവരെ സംബന്ധിച്ച് അവരുടെ പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചുള്ള PGക്ക് അവർ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതിനെക്കുറിച്ച് അവരുടെ താല്പര്യം എന്താണ്. അപ്പോൾ ആ BBAക്ക് പഠിക്കുന്ന കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഫീൽഡ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അതാണ് ആ ടിപ്പിക്കാലിറ്റി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സർവേ എയിംസ് അറ്റ് കവറിങ് എ ലാർജ് യൂണിവേഴ്സ് ആൻഡ് ഇറ്റ് മേ ഇൻഡയറക്ട്ലി ഡീൽ വിത്ത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ്സ്. സർവേയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞാൽ എത്രയും ആൾക്കാരോട് ഡീറ്റെയിൽസ് അന്വേഷിക്കാമോ, എത്രയും ആൾക്കാരിൽ സർവേ നടത്താമോ, അങ്ങനെയാണ് സർവേയുടെ ഒരു അക്യുറസി തീരുമാനിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യവും. അതുപോലെ അത് ഇൻഡയറക്റ്റായിട്ടാണ് സോഷ്യലും അതുപോലെ സൈക്കോളജിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ ചോദ്യത്തിനകത്ത് സോഷ്യൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഫീൽഡ് സ്റ്റഡി അങ്ങനെയല്ല. ഇറ്റ് എയിംസ് അറ്റ് ഡയറക്ട്ലി സ്റ്റഡിയിങ് ദ ഇൻ്റർ റിലേഷൻസ് ഓഫ് ദ പാർട്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ സിംഗിൾ ഗ്രൂപ്പ്. നേരെ മറിച്ച് ഫീൽഡ് സ്റ്റഡി ആണെങ്കിൽ ഡിറക്റ്റായിട്ട് ഒബ്സർവേഷനൊക്കെ നടത്തിയിട്ടും കൂടെയാണ് പഠിക്കുന്നത്. സർവേയിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഇല്ല. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. പക്ഷേ ഫീൽഡ് സ്റ്റഡി ഡിറക്റ്റായിട്ടുള്ള പഠനമാണ്. നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണത് പഠിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇൻ്റർ റിലേഷൻ ഓഫ് ദ പാർട്സ് ഓഫ് ദ സോഷ്യൽ സ്ട്രക്ചർ. ഒരു സാമൂഹ്യ ഘടനയിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഒരു സാധാരണ ഓർഗനൈസേഷനാണെങ്കിലും അതിൻ്റെ ആ ഘടനയിൽ എന്തെല്ലാം ഉണ്ടോ അവയുടെ എല്ലാം ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് പഠിക്കും. അതെല്ലാം എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം അത് പഠിക്കും. അത് ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ശരി തന്നെ, ഒരു ഗ്രൂപ്പാണെങ്കിലും ശരി തന്നെ, എന്താണെങ്കിലും ശരി തന്നെ, അതിനകത്ത് എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അവയുടെ എല്ലാം തന്നെയും റിലേഷൻഷിപ്പ് പഠിക്കുവാൻ ഫീൽഡ് സ്റ്റഡിയിലൂടെ കഴിയും. അതാണ് ഫീൽഡ് സ്റ്റഡി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യം. സർവേയിൽ ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അനുസരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് ഡേറ്റയെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം ഒരു നിഗമനത്തിലെത്തും. അവിടെ ഒരു ഡയറക്റ്റ് ഒബ്സർവേഷൻ ഇല്ല. അവിടെ പോയി റെസ്പോണ്ടൻസിനെ പോയി കാണുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, പെർസെൻറ്റേജ് അനാലിസിസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് അതിനെ കളക്ട് ചെയ്ത ഡേറ്റയെ വിശകലനം ചെയ്തിട്ട് ഒരു നിഗമനത്തിൽ എത്തുന്നു. പക്ഷേ ഫീൽഡ് സ്റ്റഡി അങ്ങനെയല്ല. അത് ഒരു നാച്ചുറൽ പിക്ചർ ലഭ്യമാക്കുവാൻ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരിൽ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത് അവിടേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എങ്ങനെയാണ് ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടെ ഫീൽഡ് സ്റ്റഡിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അനാലിസിസ് നടത്തുന്നത്. നേരിട്ടുള്ള ഒബ്സർവേഷനിൽ എന്തെല്ലാം കണ്ടു മനസ്സിലാക്കി എന്നുള്ളത്. ഉള്ളൊരു ഓർഗനൈസേഷനിൽ ചെന്നിട്ട് സർവേ ആണെങ്കിൽ ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ അവരിൽ നിന്ന് കുറച്ച് ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് ചെല്ലുന്നു, എംപ്ലോയീസിനെ കാണുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ ബേസിസിൽ അനാലിസിസ് നടത്തുന്നു. പക്ഷേ ഫീൽഡ് സ്റ്റഡി അങ്ങനെയല്ല. ഒരു ഓർഗനൈസേഷനിൽ നിന്നാണ് ഡേറ്റ വേണ്ടുന്നതെങ്കിൽ അവിടെ ചെന്ന് ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവിടുത്തെ എംപ്ലോയീസ് ബിഹേവ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യും. അപ്പോൾ അത് ഒരു
കമ്മ്യൂണിറ്റി ആണെങ്കിലും അതൊരു ഗ്രൂപ്പ് ആണെങ്കിലും ആ രീതിയിലാണ് ഫീൽഡ് സ്റ്റഡിയിൽ പഠനം നടത്തുന്നത്. അപ്പോൾ സർവേയിൽ ഡയറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ താരതമ്യേന കുറവാണ്, പക്ഷേ ഫീൽഡ് സ്റ്റഡിയിൽ ഡയറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാകും. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സർവേ ആൻഡ് ഫീൽഡ് സ്റ്റഡി.